भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോസ്യോൽപ്രേക്ഷക ആദിമധ്യനിധനേയോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാം. യം സമ്പദ്യ ജഹാത്യജാമനുഷയീ സുപ്തകുലായാം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 727 ദിവസം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം 87 അധ്യായമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രുതിഗീത എന്നും വേദസ്തുതി എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തിലെ 8ാമത്തെ ഭാഗമാണ് ഇന്ന് 34 ശ്ലോകം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. സ്വജനസുതാത്മദാരധനധാമധരാസുരധൈസ്ത്വയി സതി കിം നൃണാം ശ്രയത ആത്മനി സർവരസേ ഇതി സദജാനതാം മിഥുനതോരതയേ ചരതാം സുഖയതി കോന്വിഹ സ്വവിഹതേ സ്വനിരസ്തഭഗേ. സർവരസേ ത്വയി, സകല സുഖങ്ങളുടെയും സ്വരൂപമായിരിക്കുന്ന, രസങ്ങളുടെയും സ്വഭാവമായിരിക്കുന്ന അങ്ങയിൽ ശ്രയത, അങ്ങയെ ആശ്രയിക്കുന്നവന്റെ ആത്മനി, ആത്മാവായിട്ട് ഭവിക്കണു. വിഷയത്തിൽ നൃണാം, മനുഷ്യർക്ക്, സ്വജന സുതാത്മദാര ധനധാമധരാസുരധൈ, സ്വജനങ്ങൾ, മക്കൾ, ദേഹം, ഭാര്യ, സ്വർണം തുടങ്ങിയ ധനം, ഭവനം, ഭൂമി, പ്രാണൻ, തേര്, ഇങ്ങനെ ആ പല രീതിയിൽ ഇതുകൊണ്ട് കിം ഇതി, എന്തു ഫലം എന്ന് സത്, ആ സത്തിനെ അറിയാത്ത ആളുകൾ മിഥുനീഭവിച്ചിട്ട് രതയെ, മായാസുഖത്തിനായി ചരതാം, പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സ്വവിഹത്തെ, സ്വതയെ തന്നെ ഹനിക്കപ്പെട്ടതായി, സ്വനിരസ്തഭഗേ, സ്വഭാവം കൊണ്ട് തന്നെ നിരസിക്കപ്പെട്ട സാരത്തോടു കൂടിയിരിക്കുന്ന ഈ സംസാരത്തിൽ ക നു അർത്ഥ, ഏതൊരർത്ഥം സുഖയതി, സുഖിപ്പിക്കുന്നു എന്നാണ്. സർവലോകങ്ങളും കർമ്മത്താൽ ബന്ധിതമാണ്, കർമ്മജന്യമാണ്. കർമാവസാനത്തിൽ ആ ലോകവും ആ ലോകത്തിലെ ഭോഗ്യങ്ങളായ പദാർത്ഥങ്ങളൊക്കെ നശിക്കും. അങ്ങനെ ആ ലോകത്തിൽ
എന്തിനെ ആണോ പ്രാപിച്ചിരിക്കുന്നത് ജീവൻ, ആ ജീവന് സ്വകർമ്മക്ഷയത്തിൽ ആ ലോകങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലഭിക്കുന്ന സുഖങ്ങൾ അനിത്യമാണ്, നശിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള വിഷയങ്ങളിൽ, അത്തരത്തിൽ സുഖമെന്ന് കരുതുന്ന നിത്യദുഃഖങ്ങളിൽ നിന്ന് ആഗ്രഹം ഉപേക്ഷിച്ച് വൈരാഗ്യം, വിരക്തി ഉണ്ടാവണം എന്ന് പറയുകയാണ് വേദാഭിമാനികളായിട്ടുള്ള ദേവതകൾ. സർവാനന്ദ പരിപൂർണനാണ്, സച്ചിദാനന്ദ കട്ട എന്ന് തിരുനാമാചാര്യൻ പറയുന്നത് പോലെ ആനന്ദം ഘനീഭവിച്ചിരിക്കുന്നു ആ ഭഗവാനിൽ. അങ്ങനെയുള്ള ഭഗവാനെ ആരാണോ ഭജിക്കുന്നത്, അവരുടെ ആത്മാവായിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് എന്ന് അറിയുമ്പോൾ അവർക്ക് എല്ലാ സുഖവും ഭഗവാനിൽ നിന്ന് തന്നെ അനുഭവവേദ്യമാവും. അങ്ങനെ സർവാനന്ദങ്ങളും അവർക്ക് ഭഗവാനിൽ നിന്ന് ലഭിക്കും. അങ്ങനെയെങ്കിൽ സ്വജനങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ, മക്കൾ, ദേഹം, ഭാര്യ, അനർത്ഥമായിരിക്കുന്ന അർത്ഥം എന്നറിയപ്പെടുന്ന ധനം, ഭൂമി, പ്രാണൻ അല്ലെങ്കിൽ രഥം തുടങ്ങിയ മറ്റ് വാഹനങ്ങൾ, ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ വാഹന സമ്പത്ത്, ഇതുകൊണ്ടുണ്ടാകുന്ന ഫലം ഏറ്റവും ചെറുതാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എല്ലാ സമയവും സ്വജനാദികളിൽ മനസ്സുവെച്ച് ജീവിതകാലം നശിപ്പിക്കാതെ നമ്മുടെ ബന്ധുവായിരിക്കുന്ന ആനന്ദം സ്വരൂപമായി തീർന്നിരിക്കുന്ന ഭഗവാനെ ഭജിക്കുക. അല്ലാതെ ഇത്തരത്തിൽ കാമിനീ കാഞ്ചനങ്ങളിൽ മോഹിച്ച് അതിന് വേണ്ടി ശ്രമിക്കുന്നവരെ അവരുടെ സ്വഭാവമനുസരിച്ച് നാശമുള്ളതും നിസ്സാരവുമായിരിക്കുന്ന ഈ സംസാരത്തിൽ സത്യത്തിൽ എന്താണ് അവരെ സന്തോഷിപ്പിക്കുക? ഒരു വസ്തുവും അവർക്ക് സുഖം നൽകില്ല. ഒരുപക്ഷെ ആദ്യത്തിൽ സുഖമെന്ന് തോന്നുന്നത് പോലും അവസാനമാവുമ്പോഴേക്കും വലിയ ദുഃഖത്തിലേക്ക് എത്തിക്കും. സർവസുഖത്തെയും നൽകുന്ന ഭഗവാനെ ഉപേക്ഷിച്ച് സുഖാഭാസങ്ങളിലേക്ക് കടക്കുന്ന ആളുകൾ, അവരോട് ചേർന്ന് കാലം കഴിക്കുന്നത് വിചാരത്തിന്റെ ശിഥിലത കൊണ്ടാണ്, ശൈഥില്യം കൊണ്ടാണ് എന്ന് ഭാഗവതം ഈ ശ്രുതിഗീതയിലൂടെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഭഗവാനെ സർവാത്മന ഭജിക്കുകയാണ് ഒരു മനുഷ്യന്റെ കർത്തവ്യം എന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുന്നു. ഭജതോ ഹി ഭവാൻ സാക്ഷാൽ പരമാനന്ദ ചിദ്ഘന ആത്മൈവ കിമത കൃത്യം തുച്ഛദാര സുതാദിഭി എന്ന്. ഏറ്റവും തുച്ഛമായ ഭാര്യയിലും മക്കളിലുമൊക്കെ ആ ഒരാൾക്ക്, ഭഗവാനെ ആശ്രയിക്കുന്ന ഒരാൾക്ക്, ഭജിക്കുന്നവന്റെ ആത്മാവ് തന്നെ പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെടുന്ന പരമാനന്ദ ജ്ഞാനഘനൻ, പരമാനന്ദ ചിദ്ഘനഃ, അങ്ങനെയുള്ള ആ ഭഗവാൻ ഉള്ളപ്പോ മറ്റ് സുഖങ്ങൾ എന്ന് കരുതുന്നവയിൽ എന്ത് സുഖമാണുണ്ടാവുക എന്നാണ് ശ്രീധരാചാര്യര് ഇതിന് വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകത്തിലോ ഭുവി പുരു പുണ്യതീർത്ഥ സദനാന്യുഷയോ വിമദാസ്ത ഉത ഭവത് പദാംബുജഹൃദോഖഭിദംഘ്രിജലാ ദധതി സകൃന്മനസ്ത്വയ്യ ആത്മനി നിത്യസുഖേ ന പുനരുപാസത്തെ പുരുഷസാരഹരാവസധാൻ. അഖഭിദംഘ്രിജല, പാപത്തെ നശിപ്പിക്കുന്ന പാദോദകത്തോടു കൂടിയവരായി. ഭവത് പാദാംബുജഹൃദ, ഭഗവാന്റെ പാദാരവിന്ദത്തെ മനസ്സിൽ ഓർക്കുന്നവരായിരിക്കുന്ന ഋഷികൾ വിമത, മതമില്ലാതെ അഹങ്കാരമില്ലാത്തവരായിട്ട് മാറുന്നു. എങ്കിലും ഭുവി പുരുപുണ്യതീർത്ഥ സദനാനി ഏവ, ഈ ഭൂമിയിലുള്ള പുണ്യത്തെ ഉണ്ടാക്കുന്ന തീർത്ഥ സ്ഥാനങ്ങളെ തന്നെ ഉപാസത്തെ ഉപാസിക്കുന്നു. യാതൊരുത്തർ ആത്മനി, ആത്മാവായും നിത്യസുഖേ, നാശരഹിതമായ സുഖസ്ഥാനമായും ഇരിക്കുന്ന അങ്ങയിൽ ഒരിക്കൽ മനസ്സിനെ ധരിക്കുന്നുവെങ്കിൽ അവരും പുനഃ പിന്നെ പുരുഷസാരഹരാവസധാൻ, പുരുഷന്റെ സാരത്തെ ഹരിക്കുന്ന ഗ്രഹങ്ങളെ ന ഉപാസത്തെ, ഒരിക്കലും ഉപാസിക്കുകയില്ല എന്നാണ്. ഗുരുവിന്റെ ഉപദേശം കൊണ്ട് തത്വത്തെയും സാരത്തെയും തിരിച്ചറിയാം.
അങ്ങനെ എല്ലാത്തിൽ നിന്നും വിരക്തി പ്രാപിച്ച് ആ വിരക്തിയെ തന്നെ സജ്ജന സംസർഗം കൊണ്ട് ബലപ്പെടുത്തി സ്ഥിരസുഖത്തിൽ നിന്ന് മനസ്സ് ചലിക്കാതിരിക്കാൻ തീർത്ഥാടനാദികളൊക്കെ നടത്തി ഒരേടത്ത് സ്ഥിരമായിട്ടിരിക്കാതെ ചുറ്റി നടക്കുന്നതാണ് നല്ലത്. ഒരിടത്ത് ഇരുന്നാൽ നമുക്ക് അതുമായി മമത വരും. ആശ്രമങ്ങൾ കെട്ടിയുണ്ടാക്കുന്നത് പോലും എല്ലാം ഉപേക്ഷിച്ച സന്യാസിയിൽ മമതയ്ക്ക് കാരണമാവും. അതുകൊണ്ടാണ് സന്യാസികൾ സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളായി ലോകത്തിന്റെ പാപത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഗംഗാ നദി പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കണം എന്ന് പറയണത്. ഗോദോഹനം കൊച്ചിൽ എന്ന് നമ്മൾ ഭാഗവതത്തിന്റെ ആദ്യത്തിൽ പരീക്ഷത്തിന്റെ വാക്കായിട്ട് കേട്ടു. അല്ലയോ ശ്രീശുക ബ്രഹ്മർഷേ, അങ്ങ് ഒരു സ്ഥലത്തും സ്ഥിരമായിട്ടിരിക്കാറില്ലല്ലോ. ഒരു പശുവിനെ കറക്കുന്ന അത്രയും സമയം മാത്രമാണ് ഒരിടത്തെങ്കിലും ഇരിക്കുക. അങ്ങനെയുള്ള ശ്രീശുക ബ്രഹ്മർഷിയാണ് പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കാൻ വേണ്ടി 7 ദിവസങ്ങൾ അദ്ദേഹത്തോടൊപ്പം കഴിയണത്. സാധാരണ ഋഷീശ്വരന്മാർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നാരദന് ശാപം കിട്ടിയപ്പോ ആ ശാപത്തെ നാരദൻ അനുഗ്രഹമായി കണ്ടത് ഇതുകൊണ്ടാണ്. ഒരു സ്ഥലത്തും സ്ഥിരമായിരിക്കാൻ പറ്റാതെ പോട്ടെ എന്ന് പറഞ്ഞപ്പോ നാരദന് മനസ്സിലായി ഇത് സത്യത്തിൽ തന്നെ അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. ഈ ദക്ഷന്റെ ശാപത്തിലൂടെ എനിക്ക് സദാസമയവും സഞ്ചരിക്കാനുള്ള ഒരു അനുവാദം ഭഗവാൻ തന്നിരിക്കണു എന്നാണ് ഇവിടെ പറയണു. അഖഭിദ് അംഘ്രിജലാഹ, തങ്ങളുടെ കാൽ കഴുകിയ വെള്ളം ആരുടെ ശരീരത്തിലാണോ തട്ടുന്നത് അവരുടെ പാപജാലങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുന്ന അത്രയും മാഹാത്മ്യമുള്ള അവിടുത്തെ പാദാരവിന്ദങ്ങളെ ഹൃദയപീഠത്തിൽ ഹൃദയ ശ്രീകോവിലിൽ വെച്ച് ആരാധിക്കുന്ന ധ്യാനിക്കുന്ന മഹർഷീശ്വരന്മാർ സത്യത്തിൽ എങ്ങനെയുള്ളവരാണ്? വിമത, മതമില്ലാത്ത ആളുകളാണ്. അങ്ങനെ ആ മഹർഷിമാർ അവർക്ക് എവിടെയിരുന്നാലും ഒരു ബന്ധവും ഉണ്ടാവില്ല എങ്കിൽ പോലും അവർ സജ്ജനങ്ങളുമായിട്ടുള്ള സാമീപ്യം മോഹിച്ചും കൊണ്ട് പുണ്യതീർത്ഥങ്ങളുടെ സമീപത്ത് അതിലൂടെ സഞ്ചരിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യും. അപ്പൊ അവർക്ക് ദേഹാദി വിഷയങ്ങളിൽ ഒരിക്കലും ആഗ്രഹം ഉണ്ടാവില്ല. സർവാത്മാവായി നിത്യസുഖസ്വരൂപനായിരിക്കുന്ന ഭഗവാനിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും മനസ്സു ചേർത്ത് വെക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഗൃഹധാരാദി സുഖങ്ങളിൽ അവന് മോഹമുണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് എപ്പോഴും തീർത്ഥസ്നാനത്തിൽ തീർത്ഥസ്ഥാനത്തിൽ നമ്മൾ മനസ്സു വെക്കണം എന്നാണ്. അവിടെ സജ്ജന സംസർഗം ഉണ്ടാവും എന്നാണ്. മുഞ്ചന്നംഗ തദംഗ സംഗമനിശം ത്വാമേവ സഞ്ചിന്തയൻ സന്തി യഥോ യഥോ ഗതമതാസ്ഥാനാശ്രമാനാവസൻ നിത്യം തന്മുഖ പങ്കജാദ്വികളിതത്വപുണ്യഗാഥാമൃതസ്രോത സംപ്ലവ സംപ്ലുതോ നരഹരേ നസ്യാമഹം ദേഹഭൽ. ഭഗവാനെ നരസിംഹമൂർത്തെ, അവിടുന്ന് ശരീരത്തിലുള്ള ആ അഭിമാനത്തെ ഉപേക്ഷിച്ച് മുഞ്ചൻ തദംഗസംഗം അനിശം, എന്നിട്ടോ ത്വാമേവ സഞ്ചിന്തയൻ, എപ്പോഴും അവിടുത്തെ മാത്രം സ്മരിച്ചും കൊണ്ട് സന്ധിയതോ യതോ, അങ്ങനെ സജ്ജനങ്ങൾ എവിടെയാണോ ഉള്ളത് അവരുടെ ആശ്രമങ്ങളിൽ പോയി ഗതമതാസ്ഥാന ആശ്രമാനാവസൻ, ആ ആശ്രമങ്ങളിൽ താമസിച്ച് നിത്യം എല്ലാ സമയത്തും തന്മുഖ പങ്കജാദ്വികളിതത്വം പുണ്യഗാഥാമൃതസ്രോത സംപ്ലവ സംപ്ലുതോ, അവരുടെ ആ മുഖാരവിന്ദത്തിൽ നിന്നും മുഖപത്മത്തിൽ നിന്നും ഒഴുകുന്ന അവിടുത്തെ ലീലാമൃതം, ആ ലീലാമൃതങ്ങളാകുന്ന നദികളുടെ ഒഴുക്കിൽ കളിച്ച് കുളിച്ച് ആനന്ദിച്ചും കൊണ്ട് എൻ്റെ കാലത്തെ ഉപേക്ഷിക്കാൻ, ഈ ശരീരാവസാനം വരെ കഴിയാൻ സംഗതി വരുത്തണേ എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്മരിച്ചും കൊണ്ട് മരിക്കാൻ സാധിച്ചാൽ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്ന് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നത് പോലെ പിന്നീട് ഒരു ദേഹധാരണം, പുനരപി ജനനം പുനരപി മരണം എന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടി നിത്യാനന്ദ സുഖപ്രദമായിരിക്കുന്ന അവിടുത്തെ ധാമത്തിലേക്ക്, വൈകുണ്ഠധാമത്തിലേക്ക് അടിയനെത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് കരുണാസാഗരനായിരിക്കുന്ന ഭഗവാനെ, അവിടുന്ന് അടിയനിൽ ഇത്തരത്തിൽ അനുഗ്രഹം നൽകണേ
എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ സാക്ഷാൽ ശ്രീധരാചാര്യർ. സതയിദമുദ്ധിതം സദിതി ചേന്നനു തർക്കഹതം വ്യഭിചരതി ക്വച ക്വച മൃഷാ ന തഥോ ഭയയുക്ക വ്യവഹൃതയേ വികൽപ ഇഷിതോന്ധപരമ്പരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുദ്ധജഡാൻ. സത ഉദ്ധിതം ഇതം, ആ സത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഇത് സത് ഇതി ചേൽ, ഇത് സത്തായി ഭവിക്കുന്നു എങ്കിൽ നനു തർക്കഹതം, യുക്തിയാൽ ഹനിക്കപ്പെട്ടതല്ലയോ. ക്വച, ചിലയിടത്ത് വ്യഭിചരിതി, വ്യഭിചരിക്കണു, നിയമമില്ലാത്തതായി തീരുന്നു. ക്വച, ചിലയിടത്ത് മൃഷ, മിഥ്യയായി മാറുന്നു. അങ്ങനെ ഉഭയുക്ക്, രണ്ടിലും യോജിക്കുന്നതായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. വ്യവഹൃതയെ, വ്യവഹാരത്തിനായിക്കൊണ്ട് അന്ധപാരമ്പര്യം കണക്കാക്കിയിട്ടുള്ള വികൽപ, ഭ്രമം, ഇഷിത, ഇഷ്ടം തന്നെ, തേ ഭാരതി, അവിടുത്തെ വാക്ക് ഉരുവൃത്തിഭി, അനേകങ്ങളായ വൃത്തികൾ കൊണ്ട്, പദങ്ങൾക്ക് പദാർത്ഥങ്ങളോടുള്ള സംബന്ധത്തെ കാണിക്കുന്ന ഗൗണീലക്ഷണാദി ഭേദങ്ങൾ കൊണ്ട്, ഉഗ്ധജഡാൻ, കർമ്മത്തിലുള്ള ശ്രദ്ധയുടെ ആധിക്യം കൊണ്ട്, പൂർവാപരങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള ശക്തിയില്ലാത്തവരെ, കർമ്മശ്രദ്ധ കൊണ്ട് ആലോചന ശക്തി കുറഞ്ഞ ജനങ്ങളെ മോഹിപ്പിക്കുന്നില്ലേ ഭഗവാനെ എന്ന് പറയുകയാണ്. വളരെ വിശദമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സത്യത്തിൽ ഈ ലോകത്തിന് പാരമാർത്ഥിക സത്യം എന്നൊന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കി വൈരാഗ്യം ഉണ്ടാവണം. അതിന് സജ്ജന സംസർഗമാണ് വേണ്ടത് എന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇത് ഈ ജഗത്തിന് പാരമാർത്ഥിക സത്യം ഇല്ല എന്ന് പറയുന്നത്? ജഗത്ത് സത്തിൽ നിന്നുണ്ടായാൽ സത്ത് തന്നെ. അപ്പൊ ജഗത്തിന് കാരണം എന്താണ്? ബ്രഹ്മം. അത് സത്താണ്, അത് പാരമാർത്ഥിക സത്യവുമാണ്. എങ്കിൽ അതിൽ നിന്നുണ്ടായതും സത്തായിരിക്കേണ്ടതാണ്. ഇവിടെ ജഗത് പക്ഷം പാരമാർത്ഥിക സത്യത്വം സാധ്യം, സത്തിൽ നിന്നുണ്ടായത്. അപ്പോ അതിന് വിപരീതമാണെങ്കിൽ ഇത് ശരിയല്ലല്ലോ. സത്തിൽ നിന്ന് ഭിന്നമല്ല, സത്ത് തന്നെ എന്നാണ്. എങ്കിൽ സത്തിൽ നിന്നുണ്ടായത് എന്ന് പറഞ്ഞതുകൊണ്ട് സത്തിൽ നിന്ന് ഭിന്നമാണ് എന്ന് ഭേദം തോന്നുന്നുകൊണ്ട് ഈ കാരണം മതിയാവുന്നില്ല. അപ്പൊ ഇവിടെ അഭേദം സാധിക്കണമെന്നില്ല, ഭേദത്തെ നിഷേധിക്കാൻ ഇത് മതിയാകുമല്ലോ എന്നാണെങ്കിൽ അവസാനം അഭേദത്തിലായതുകൊണ്ട് ഹേതു ഇഷ്ടം തന്നെ എന്ന് പറയുന്ന പക്ഷവും സമ്മതിക്കാൻ പറ്റില്ല. അപ്പോഴും ദോഷം തീരില്ല. അപ്പൊ അതുകൊണ്ട് ചിലയിടത്ത് ഇതിന് വ്യതിചലനം കാണപ്പെടുന്നുണ്ട്. സത്തിൽ നിന്നുണ്ടായത് സത്ത് തന്നെ എന്ന് പറഞ്ഞതിന്റെ സാധാരണ നിയമം അതിൽ നിന്നുണ്ടായത് അതുതന്നെ അല്ലെ. പിതാവിൽ നിന്നുണ്ടായ പുത്രൻ പിതാവായിട്ടും മേലെ ആ ഒരു കുടത്തിന് മുകളിലേക്ക് ഉലക്ക വന്നു വീഴുമ്പോ ആ കുടം തകരുന്നു. ഘടനാശം ഉലക്കയായിട്ട് വരണം ഇല്ലേ? അതിൽ നിന്നുണ്ടായതാണല്ലോ. പക്ഷേ അതിൽ നിന്നുണ്ടായത് അതായി തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞ നിയമത്തിന് പൂർണ്ണമായി സത്യമെന്ന് പറയാൻ സാധിക്കില്ല. ചിലയിടത്ത് ഇത് വ്യതിചലിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് വ്യഭിചരതി എന്ന് പറഞ്ഞത്. അപ്പോ ഉപാദാന കാരണത്തെ ഗ്രഹിക്കണു, നിമിത്ത കാരണത്തെ ഗ്രഹിക്കുന്നില്ല. സത ഉദ്ധിതം, സത്താകുന്ന ഉപാദാനത്തോട് കൂടിയത് എന്നാണ്. കയറാകുന്ന ഉപാദാനം, അതിനെ പാമ്പ് എന്ന് വിചാരിക്കണു. പാമ്പ് ഒരിക്കലും കയറാവുന്നില്ല. മറിച്ച് എന്താണ്? പാമ്പിനെ കയറാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇത് മിഥ്യ. ഇപ്പൊ ചിലയിടത്ത് മിഥ്യ. പാമ്പിന് ഉപാദാനം കയർ മാത്രമല്ല, അവിദ്യയോടുകൂടിയ കയറാണ്. അവിദ്യാസഹിതമായ കയറ് അവസ്തുവായതുകൊണ്ട് പാമ്പിന് മിഥ്യാത്വം. അപ്പൊ അതുകൊണ്ട് ഈ സ്വോക്ത സാധനത്തിലും തൻ്റെ പക്ഷത്തെ സാധിപ്പിക്കുന്നതിലും മറ്റൊരാളുടെ പക്ഷത്തെ ഖണ്ഡിക്കുന്നതിനും അത് രണ്ടിൽ വെച്ച പരോക്ത ദൂഷണത്തിൽ യോജിച്ചിരിക്കുന്നു. അങ്ങനെ ജഗത്തിന് കേവല സത്ത ഉപാദാനമല്ല, അവിദ്യാസഹിതമായ സത്താണ് ഉപാദാനം.
അവിദ്യാസഹിതമായ സത്ത് അവസ്തുവായതുകൊണ്ട് സതുപാദനത്വം തന്നെ അസിദ്ധമായി പോവും എന്ന് കാണിക്കുന്നു. ഈ ലോകത്തിന്, ഈ ജഗത്തിന് അർത്ഥക്രിയാകാരിത്വമുള്ളത് കൊണ്ട് ജഗത്ത് മിഥ്യയാവാൻ പാടില്ല എന്ന് മറ്റൊരു സങ്കല്പം അല്ലെങ്കിൽ ഒരു വാദം. അപ്പൊ ഇവിടെ പറയുകയാണ്, കള്ളനാണയമായിരുന്നാലും അതിന്റെ മിഥ്യാത്വം അറിയപ്പെടാതിരിക്കുന്നിടത്തോളം കാലം അത് ശുദ്ധ നാണയമാണെന്ന് കരുതും, ഇല്ലേ? കള്ളനോട്ടാണത്. പക്ഷേ കള്ളനോട്ടാണ് എന്ന് അറിയുന്നത് വരെ അത് നല്ല നോട്ടായിട്ട് നിൽക്കും. ഇതേപോലെ അർത്ഥക്രിയകൾക്ക് വികല്പം തന്നെ മതി, വികല്പമുണ്ടായതിന് വികല്പാന്തരം കാരണമാണ് എന്ന് വരും. അപ്പോ ഉത്തരോത്തരമായ ആരോപം ഭവിക്കുന്നത് കൊണ്ട് അന്ധപരമ്പരാന്യായേന വികല്പം തന്നെ വ്യവഹാര സാധകമായി ഭവിക്കുന്നതിനാൽ അർത്ഥക്രിയാകാരിത്വം ഇരുന്നാലും സത്യത്വം വേണം എന്നില്ല. ചാതുർമാസ്യാദികൾ അനുഷ്ഠിച്ചവരുടെ സുഹൃതത്തിന് ക്ഷയമില്ല എന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. സ്വർഗാദി ലോകങ്ങൾ നശിക്കുന്നവയല്ല എന്ന് ബുദ്ധിയില്ലാത്തവർ വിചാരിക്കുന്നു. കാരണം എന്താ? ചാതുർമാസ്യാദികൾ അനുഷ്ഠിച്ചവരുടെ സുഹൃതം നശിക്കില്ല എന്ന് പറയുന്നത് കൊണ്ട്. പക്ഷേ അതിന് വേദം പ്രമാണമാണെന്നൊക്കെ ആളുകൾ പറയും. പക്ഷേ കർമ്മപ്രാപ്തമായ ഈ ലോകത്തിൽ ക്ഷയം പ്രത്യക്ഷമാണ്. അപ്പൊ പുണ്യകർമ്മപ്രാപ്തമായ പരലോകവും ക്ഷയിക്കും എന്ന് വരാതിരിക്കാൻ ഒരു ന്യായമില്ല, അത് നശിക്കും. അങ്ങനെ കർമ്മഫലത്തിന് നിത്യത്വം വേദവാക്യം ബോധിക്കപ്പെട്ടതായി തോന്നിയാൽ ആ ലോകം നിലനിൽക്കുന്നതാണെന്നും ഉള്ള കാലത്തൊക്കെ ആനന്ദമായിരിക്കുമെന്നുള്ള കാരണം കൊണ്ട് നിത്യമായതിന് തുല്യമാകുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. സുകൃതത്തിന് ബാഹുല്യം ഉണ്ടെന്നല്ലാതെ നിത്യത്വം ഉണ്ട് എന്ന് വേദത്തെ വേണ്ട പോലെ പഠിച്ച ആളുകൾക്ക് അഭിപ്രായമില്ല. അതിന് വിരുദ്ധമായി അവർ വിചാരിക്കുന്നത് വേദം ശബ്ദവൈചിത്ര്യം കൊണ്ട് അവയെ ഭ്രമിപ്പിക്കുന്നത് കൊണ്ടാണ്. ഭ്രമയതി ഭാരതീത ഒരു വൃത്തിഭിരുദ്ധ ജഡാൻ എന്നാണ്. ഭൂമി തുടങ്ങിയ 14 ലോകങ്ങളും അവിടെയുള്ള ഭോഗ്യപദാർത്ഥങ്ങളും ഒക്കെ തന്നെ അനിത്യമാണ്. അതിൽ നിന്ന് ഉറയ്ക്കുന്ന ആസക്തിയെ വൈരാഗ്യം കൊണ്ട് നശിപ്പിച്ച് ഭഗവാനിൽ പരമഭക്തി പ്രേമ രൂപം അത് ഉണ്ടാവണം. അപ്പോഴേ മനുഷ്യജന്മം ഏറ്റവും സാർത്ഥകമാവുകയുള്ളൂ എന്ന്. ഉദ്ഭൂതം ഭവത സതോഭിഭുവനം സന്നൈവ സർപ്പസ്രജ കുറുവൻ കാര്യമപീഹ കൂടകനകം വേദോപി നൈവം പര അദ്വൈതം തവ സത്പരം തു പരമാനന്ദം പദാ തന്മുദ വന്ദേ സുന്ദരമിന്ദിരാനുതഹരേ മാമുഞ്ച മാമാനതം എന്നാണ് ശ്രീധരാചാര്യര്. അവിടുന്ന് സാക്ഷാൽ ലക്ഷ്മീ ദേവിയാൽ സ്തുതിക്കപ്പെടുന്ന ഭഗവാനെ സുന്ദരമിന്ദിരാനുതഹരേ ശ്രീഹരേ അവിടുത്തെ പാദാരവിന്ദത്തിൽ ഭക്തിപൂർവം നമസ്കരിക്കുകയാണ് ഞാൻ. അടിയനെ ഉപേക്ഷിക്കരുത്. ഈ ദേഹാദി പ്രപഞ്ചം അങ്ങയിൽ നിന്നുണ്ടായതും വ്യവഹാരയോഗ്യമായി പരിലസിക്കുന്നതാണെങ്കിലും അത് സത്യമാണ് എന്ന് എനിക്ക് തോന്നാൻ ഇടവരുത്തരുത്. ചിദാനന്ദ സ്വരൂപമായ അവിടുന്ന് മാത്രമാണ് സത്യം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കള്ളനോട്ട് അതിൻ്റെ സത്യം അറിയുന്നത് വരെ നല്ലതായി വിചാരിക്കുന്നത് പോലെ ഭഗവത് കടാക്ഷം കൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കുന്നത് വരെ ഈ പ്രപഞ്ചവും സത്യമായിട്ട് തോന്നും. സത്യാവസ്ഥ അറിയുമ്പോൾ രണ്ടും നശിക്കും. അവിടെ കാര്യസാധ്യത രണ്ടിലുണ്ട്. വേദവും ഇത് നിഷേധിക്കുന്നില്ല. വാസ്തവമായ കയറിനെ അറിയാത്തത് കൊണ്ട് തോന്നുന്ന സർപ്പഭ്രാന്തി ആ സർപ്പം സത്യമല്ലാതിരിക്കുന്നത് പോലെ അങ്ങാകുന്ന ആത്മാവിനെ അറിയാത്തത് കൊണ്ട് നാമരൂപാത്മകമായി കാണപ്പെടുന്ന ദേഹാദി പ്രപഞ്ചം സത്യമാണെന്ന് തോന്നുന്നു. സത്യസ്വരൂപൻ അവിടുന്നാണെന്ന് തിരിച്ചറിയുമ്പോൾ അതോടുകൂടി പ്രപഞ്ചം അസത്യമാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തും. അത് എങ്ങനെയുണ്ടാവും? അനന്തസ്വരൂപമായി നമ്മൾ മാറണമെങ്കിൽ അതിന് ഭഗവാന്റെ കാരുണ്യം വേണം എന്നാണ് ഭക്തന്റെ പ്രാർത്ഥന.
പ്രപഞ്ചത്തിൽ സത്യത്വബുദ്ധി ഇല്ലാതിരിക്കണം എന്ന് പറയുന്ന ആ 36-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. വളരെ സങ്കീർണമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള അറിവോ ജ്ഞാനമോ ഇല്ലാതിരുന്നിട്ടും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതിനെ പറയുന്നു. അതിലെ എല്ലാ വാക്കുകളും ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ, അക്ഷരമായി നിൽക്കുന്നതും അക്ഷരസ്വരൂപിയായ ഭഗവാനാണ് എന്ന തിരിച്ചറിവോടുകൂടി അക്ഷയഭക്തിക്കായി പ്രാർത്ഥിച്ചും കൊണ്ട് ഭഗവത്പാദങ്ങളിൽ വീണ്ടും വീണ്ടും സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ
ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.